Hello YouTube and what's up gamers, എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് ആലൻ വേക്ക് 2. നമ്മുടെ പ്രീവിയസ് എപ്പിസോഡ്സ് കാണാത്തവർക്കായിട്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, ചെക്കൗട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റോറിയുടെ കണ്ടിന്യൂഷൻ കിട്ടുള്ളൂ. കഴിഞ്ഞ എപ്പിസോഡ് എൻ്റെ മോനെ കിളി മാറിയൊരു എപ്പിസോഡായിരുന്നു. ലൈക്ക് നമുക്കിപ്പോൾ മനസ്സിലാവുന്നത് അലൻ അവന് ഓർമ്മ വന്ന കാര്യങ്ങൾ കംപ്ലീറ്റ് കേസിയോടും സാഗയോടും പറയാണ്. ആൻഡ് മർഡർ കേസ് എന്ന് പറഞ്ഞിട്ടുള്ള അവൻ്റെ ആ സ്റ്റോറിക്കകത്താണ് ഉള്ളത്. അവൻ എങ്ങനെയാണ് പുറത്തോട്ട് വന്നത് എന്നുള്ളത് അവൻ ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഗെയിം പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ നടക്കുന്ന കാര്യങ്ങളെല്ലാം അവൻ എങ്ങനെ റിയൽ വേൾഡിലേക്ക് എത്തി എന്ന് കാണിക്കുന്ന കാര്യങ്ങളാണ്. അവൻ ആദ്യമൊന്നും ഓർമ്മ ഉണ്ടായിരുന്നില്ല, അങ്ങനെയൊക്കെ. എന്തായാലും നമ്മളിപ്പോൾ ഒരു സബ്വേയുടെ അവിടെയാണ് ഉള്ളത്, കൾഡറ സ്ട്രീറ്റ് സ്റ്റേഷൻ. അതിൻ്റെ അണ്ടറിൽ കഥ നമ്മൾ ലൈവായിട്ട് മാറ്റി എഴുതിക്കൊണ്ടിരിക്കുക. നമുക്ക് പോണ വഴിക്കാണ് ഓരോ പ്ലോട്ട് കിട്ടുന്നത്, അത് വെച്ച് കഥ അങ്ങനെ എഴുതി ഇവൻ മുന്നോട്ട് പുറത്ത് കടക്കാൻ ശ്രമിക്കുന്നു. ഡാർക്ക് ആണെച്ചെങ്കിൽ ഡാർക്ക് പ്രസൻസ് ഇവനവിടെ എന്താ പറയുക ഫോർ അവർ പെടുത്താനായിട്ട് ശ്രമിക്കണം. അങ്ങനെ ഒരു സ്ഥലത്ത് നമ്മൾ എന്തായാലും ഒരു സബ്വേയിലാണ് നിർത്തിയിട്ടുള്ളത്. അൾട്ടിമേറ്റ്ലി നമുക്ക് ഈ വേൾഡിൽ നിന്ന് പുറത്ത് കിടക്കണം, അതാണ് ലക്ഷ്യം. അപ്പോൾ വീഡിയോ ആണ് എല്ലാവരും ലൈക്ക് അടിക്കുക, 3K ലൈക്ക് ടാർഗറ്റ്, സബ്സ്ക്രൈബ് ചെയ്ത് ആരും സബ്സ്ക്രൈബ് ചെയ്യുക. സോ ലെറ്റ്സ് കണ്ടിന്യൂ അവർ സ്റ്റോറി. ഓക്കെ, നമ്മുടെ കയ്യിലിപ്പോൾ KCയുടെ ടോർച്ച് ഉണ്ട്, അവൻ്റെ വെപ്പൺ ഉണ്ട്. പിന്നെ ഇവിടെയൊക്കെ അത് സ്ക്രാച്ച് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ, കണ്ട സ്ക്രാച്ച് റിട്ടേൺ സ്ക്രാച്ച്. സോ മിസ്റ്റർ സ്ക്രാച്ച് പുറത്ത് ഇതിൽ ഉണ്ടെന്നാണ് നമ്മുടെ ഒരു അറിവ്, പക്ഷെ ഇതുവരെ കണ്ടിട്ടില്ല. ഇവനും പറഞ്ഞ് അവൻ സ്റ്റോറി ആകെ മാറ്റി എഴുതിയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോ ബുക്ക് ചേഞ്ച്, അവൻ എഴുതിയ ബുക്കാവാം റിട്ടേൺ ഒക്കെ പ്രോബബ്ലി. ഈ വഴിയാണോ ഞാൻ പോകേണ്ടത്? Okay. Found the way. The tunnels. Okay, വീണ്ടും blood trail. The blood trail led me on. ഇട്ടാ വെളിച്ചം വേണമല്ലേ? ഇവിടെ വെളിച്ചം വേണം. തൽക്കാലം ബ്ലഡ് ട്രയൽ ഫോളോ ചെയ്ത് പോവാം. അതെ, വെളിച്ചം അവിടെ കാണാനുണ്ട്. ഓക്കെ, ഇതന്നെയാണ് വഴി. മറ്റേ മിസ്സിംഗ് ഏജന്റിന്റെ ബ്ലഡ് ട്രയൽ ആണ് കേട്ടോ. I needed to search the tunnels for further visions, inspiration for the story that would lead me deeper. എന്തോ പ്ലോട്ട് കിട്ടിയിട്ടുണ്ട്. The new story beat fit the story perfectly. ഓക്കെ, FBI ഏജന്റ്. ഓക്കെ, the story was taking shape. I changed the story. And with that the dark place changed. കഥ മാറ്റി എഴുതി. അതായത് ഈ ടണലിൽ മൊത്തം ഇരുട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നല്ലോ, ഇപ്പോൾ ഇവിടെ ഇരുട്ടും വെളിച്ചൊന്നുമില്ല. അവനിത് മൊത്തം എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി അവൻ മാറ്റി എഴുതി സംഭവം. വീണ്ടും എക്കോ കാണാം കേട്ടോ, ഒരു മിനിറ്റ്. ഇപ്പുറത്തെ സൈഡിൽ തന്നെ. Bad luck to be on this case. The cult can get you anywhere with that black magic shit. Let the day shift handle it. What happened anyway? Some Fed came looking for the cult, but it was a trap. A satanic blood sacrifice. Anyone who gets involved with the cult, they're next. I heard their leader is this famous writer. ദൈവമേ, Their unholy motherfucking messiah. Sounds like a load of bull. ഇത് കുറ്റം മുഴുവൻ അലൻ്റെ തലയിലാണ് ഈ ബുക്ക് പ്രകാരം. കൾട്ടിനെ കുറിച്ച് ആരന്വേഷിച്ചു വന്നാലും അവരൊക്കെ മരിക്കുന്നത്. അപ്പോൾ ഈ FBI ഏജന്റ് മരിച്ചത് പിന്നീട് ആൾക്കാർ അറിഞ്ഞിട്ടുണ്ട്, മനസ്സിലായ? അയാളുടെ ബ്ലഡും ഇതൊക്കെ കണ്ടിട്ട്. അപ്പോൾ ഇവിടെ നടന്നൊരു കോൺവെർസേഷൻ പോലെയാണ് സ്റ്റോറിയിൽ പറഞ്ഞേക്കണത്. അതായത് കൾട്ടിൻ്റെ പിന്നാലെ ആര് പോയാലും അവരെ കൊല്ലും, അവരാണ് അടുത്ത ടാർഗറ്റ്. ഞാൻ കേട്ടിട്ടുണ്ട് അവരുടെ ലീഡർ അലൻ വേക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റൈറ്റർ ആണ് എന്നുള്ളതൊക്കെയാണ്. The federal agent had come here looking for answers. കണ്ടാ, All he found was a fate worse than death. കേസി എങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാലും മരിക്കും. ഓക്കെ, എന്തായാലും ഇവിടുന്ന് വെളിച്ചെടുക്കാം. നമുക്ക് ഈ വെളിച്ചം വേണം. Come on. Another echo lingered here, a source of inspiration. അടുത്ത എക്കോ. What do you know? Word is your research can help me, ma'am. What do you know? There's more than one urban legend about the cult of the word. The murder cult used these tunnels for their ritual sacrifices. They say the cult reenacted the murders in Alan Wake's crime books. The Wake was even involved somehow, under a false identity. Mr. Scratch. Mr. Scratch! Of course, a nickname for the devil himself.
It was disturbing finding myself in the story this way. But I was desperate, and it felt right for the story. ഫ്ലാഷ് ലൈറ്റ് ഓഫ് ആക്കാൻ, ഡിറ്റക്ഷൻ ഒഴിവാക്കാനായിട്ട്. സോ ഇപ്പോൾ ഇവിടെ രണ്ടാമത്തെ എക്കോ കണ്ടത് പ്രകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ, അതായത് ആ മിസ്സിങ് FBI ഏജൻ്റ് ആണോ അത് കേസി ആണോ എന്ന് എനിക്ക് മനസ്സിലായില്ല. നിഴൽ കണ്ടിട്ട് കേസി ആയിട്ടാണ് തോന്നിയത്. വേറൊരു പെണ്ണിനോട് സംസാരിക്കുന്നു. ആ പെണ്ണ് ആരാന്നറിയില്ല. ആ മാഡത്തിനോട് ചോദിക്കുകയാണ്, എന്തെങ്കിലും നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് യൂസ്ഫുൾ ആയിരിക്കുന്നത്. അപ്പോൾ ആ പെണ്ണ് പറഞ്ഞതാണ് അവർ ആ ബുക്ക് പ്രകാരമാണ് ഇതേ ടണലിൽ വെച്ചാണ് സംഭവങ്ങൾ ചെയ്യണമെന്നാണ് പറഞ്ഞത്. പിന്നെ അവരുടെ ലീഡർ അലൻ വെയ്ക്ക് ആണ്. പക്ഷേ അലൻ വെയ്ക്ക് ഡയറക്റ്റ് അലൻ വെയ്ക്കിൻ്റെ പേരിലല്ല, അവൻ്റെ ഒരു മിസ്റ്റർ സ്ക്രാച്ച് എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു ഐഡൻറ്റിറ്റിയിലാണ് ഈ കൊലപാതകങ്ങൾ ചെയ്യാൻ ഇവരെ പ്രേരിപ്പിക്കുന്നത് എന്നാണ് ആ പെണ്ണ് പറയുന്നത്. അപ്പോൾ അലന് മനസ്സിലാവില്ല, നമ്മുടെ ഈ അലൻ, നമ്മളിപ്പോൾ കളിക്കുന്ന അലൻ ഇങ്ങനൊരു സംഭവം ചെയ്തിട്ടേ ഇല്ല. മനസ്സിലായോ? ഇതാണ് സംഭവം. പക്ഷെ ഇത് സ്റ്റോറി അടിപൊളിയായിട്ട് പോയിട്ടുണ്ട്. ടോർച്ച് ഓഫ് ചെയ്ത ഈ ഷാഡോക്കാർ നമ്മളെ പിടിക്കൂല കേട്ടോ. ഇപ്പുറത്തൊക്കെ ആളുണ്ട്. നിങ്ങൾക്ക് കാണാനുണ്ടോന്ന് അറിയില്ല, ബ്രൈറ്റ്നസ് ഇച്ചിരി കയറ്റിട്ടു. എന്തായാലും മെയിൻലി നമുക്ക് വേണ്ടിയിരുന്നത് വെളിച്ചമാണ്. അത് നമുക്ക് കിട്ടി. തിരിച്ച് പഴയ സ്ഥലത്തേക്ക് എത്തി. Now we are good to go. The water was gone. The way forward was open. പ്ലോട്ട് ബോർഡ് എടുക്കട്ടെ. എന്തോ സംഭവം I found would drive the story forward. ഗോൾസ് എന്തായിരുന്നു? കൾട്ട് ആക്ടിവിറ്റീസ് ട്രാക്ക് ചെയ്യാൻ ടണലിനകത്തുള്ളത്. Someone was humming. Was it worth the risk to go see who? ആരുടെ ഒരു ഹമ്മിങ് കേൾക്കാനുണ്ട്. റിസ്ക് എടുത്ത് പോണത് സേഫ് ആണോ? സ്ക്രാച്ച്. ദൈവമേ, ഞാൻ പേടിച്ച്. എന്റെ മേലിന്ന് ആ ഒരു ഇതൊക്കെ ഇറങ്ങി പോണുള്ളൂ. എന്റെ കയ്യൊക്കെ ഓടാ ഭ്രാന്തന്മാരെ. ആർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അൾട്ടിമേറ്റ്ലി ഇത്രയും ആലോചിച്ചാൽ മതി. ഇവൻ പുറത്ത് കിടക്കാൻ വേണ്ടി ഇവൻ്റെ തന്നെ ഒരു ബുക്കിലൂടെ സഞ്ചരിക്കുന്നു. പക്ഷേ ഈ ബുക്കിലെ ചില കാര്യങ്ങൾ ഇവൻ എഴുതിയതാണ്, ചില കാര്യങ്ങൾ ഇവൻ എഴുതിയതല്ല. എന്താണെങ്കിലും ഇവൻ മാറ്റി മറിച്ച് എഴുതുന്നുണ്ട് പുറത്ത് രക്ഷപ്പെടാനായിട്ട്. അതെ, ഇപ്പൊ നമുക്കറിയണ കാര്യങ്ങൾ തന്നെയാണ് അവിടെ പറയുന്നത് കേട്ടോ. ഈ കൾട്ടിന്റെ യഥാർത്ഥ ഉദ്ദേശങ്ങൾ, അവരുടെ പ്ലാൻസ് എന്തൊക്കെയാണെന്നൊക്കെയാണ് നോക്കിക്കൊണ്ടിരിക്കണം. റീറൈറ്റ് ദി ഡീറെയിൽ ട്രെയിൻ ടു കണ്ടിന്യൂ ഇറ്റ്സ് കൾട്ട്സ് ട്രെയിൽ. ഓക്കെ, ഇപ്പൊ നമ്മുടെ വഴി അവിടെ തടസ്സപ്പെടുന്നുവോ അവിടെ അലൻ കഥ അങ്ങ് മാറ്റും. മനസ്സിലായ? Where is the plot board? I had found another compelling location to use. ഓക്കെ, ഏതാണ് ഞാൻ മാറ്റി എഴുതേണ്ടത്? മിസ്സിംഗ് FBI ഏജന്റിനെ വെച്ചിട്ട് ഇത് മാറ്റി എഴുതണോ? മർഡർ കൾട്ട് യൂസ് ഫയർ ടു. The plot changed the details of the world. ഓക്കെ, അവിടെ വഴി ഓപ്പൺ ആയിട്ട് ഇപ്പോൾ. The cult poured the gasoline over the train car. An iron cage that would soon become a coffin. ദൈവമേ, അലൻ വേക്കിന്റെ തല. ഓടാ.
സാധനങ്ങളൊക്കെ എടുത്തോ It could not be opened on this side. എക്കോ Go on, ma'am. This is where the history of the cult gets അതെ നേരത്തെ കണ്ട പെണ്ണ്. The cultists tracked down the torchbearers living in the tunnels. They locked the poor folks up in a derailed subway car, doused it in gasoline. Yeah. Charming. It turns into a bit of a ghost story after that. They say the dark smoke from the fire still roams the tunnels searching for new victims to devour. There are no happy endings in this city. The story thread felt important. I could use it in one of the scenes I found. ഇത് ഈ മിസ്സിംഗ് FBI ഏജന്റ് കേസി തന്നെയാണെന്നാണ് എനിക്ക് തോന്നണത് കേട്ടാ. മനസ്സിലാവണില്ല, അത് മുന്നോട്ട് നമ്മൾ മനസ്സിലാവുള്ളൂ. പക്ഷെ ആ രൂപം കണ്ടിട്ട് കേസിയാ. ഇവിടെ പറഞ്ഞത് ഇപ്പോൾ നമ്മൾ കണ്ട ഈ ട്രെയിൻ ഉണ്ടല്ലോ, ഈ ട്രെയിനിൻ്റെ അടുത്ത് നമ്മൾ ഗ്യാസോലിൻ ഗ്യാങ് കണ്ടില്ലേ, ആ സാധനം വെച്ചിട്ട് കുറേ ആൾക്കാർ ഈ ട്രെയിനിൽ ട്രാപ്പിഡായിരുന്നു. പക്ഷേ ഈ കൾട്ടുകാർ എന്ത് ചെയ്ത് എല്ലാവരും ഒറ്റയടിക്ക് അങ്ങോട്ട് കൊല്ലാൻ വേണ്ടിയിട്ട്, തീയിട്ട് കൊല്ലാൻ വേണ്ടി ട്രെയിനിന് ചുറ്റും ഈ പെട്രോൾ ഒഴിച്ച് കത്തിച്ചങ്ങ്, മനസ്സിലായ? അങ്ങനെ അതിൻ്റെ ഉള്ളിലുള്ളവരൊക്കെ കണ്ട് കൊന്ന് ഇവർ. അതാണ് പറഞ്ഞത്. അതിനുശേഷം ഇവിടെ ഒരു ഗോസ്റ്റ് സ്റ്റോറി പോലെയാണ്. ഇവിടെ എപ്പോഴും അതിൻ്റെ ആൾക്കാരുടെ പ്രേതമുണ്ട്, അല്ലെങ്കിൽ അന്നത്തെ ആ ഒരു സ്മോക്ക് ഇപ്പോഴും ഈ ടണലിൽ അടുത്ത ടാർഗറ്റിനെ കൊല്ലാൻ വേണ്ടി നടക്കുന്നുണ്ട് എന്നൊക്കെ ഒരു ഇങ്ങനെ ആൾക്കാർ പറഞ്ഞ് നടക്കുന്നുണ്ട് എന്നൊക്കെ പറയാണ്. ഇതൊക്കെ കഥയാണ് കേട്ടോ, ഇവർ ഈ സംസാരിച്ച മുഴുവൻ ഒരു കഥയാണ്. I had a new beat for the story. ടോർച്ച് ബെയറേഴ്സ് ഇവരെ വെച്ചിട്ട് ഈ സീൻ മാറ്റി എഴുതാം. A sick and twisted story. But it worked. തെറ്റ്. The subway car had become a burnt husk. കണ്ട, അവർ കത്തിച്ചു എന്ന് പറഞ്ഞില്ലേ, ഇപ്പോഴാണ് അവർ കത്തിച്ചത് നമ്മളെ സ്റ്റോറിയിൽ കറക്റ്റായിട്ട് എഴുതിയത്. ഓ തമ്പുരാനെ, കണ്ട ആൾക്കാർ കത്തി എരിഞ്ഞ് കിടക്കണ കണ്ട. അമ്പോ ആൾക്കാര് കൂട്ടത്തോടെ കത്തിയെരിഞ്ഞ സൗണ്ടാണ് നമ്മൾ കേട്ടത്. വാവ്. Fuck me. താഴോട്ട് എന്തായാലും റിയൽ വേൾഡിലോട്ട് തിരിച്ചു പോവാ. നമുക്ക് ഈ കഥയും കോപ്പൊന്നും വേണ്ടെന്നേ. ഇതിന്റെ അകത്താ, ഇതിന്റെ അകത്തോട്ട് വഴിയില്ലല്ലോടാ. ഇവിടെ എന്തോ ഉണ്ട്. ഐ തിങ്ക് നമുക്ക് ലൈറ്റ് യൂസ് ചെയ്യാനോ അങ്ങനെ എന്തോ ഒരു പരിപാടി ഇവിടെ ഉണ്ട്. വാതിലുകൾ തുറക്കാൻ പേടി എനിക്കിപ്പോ, നേരത്തെ മറ്റവൻ ഫ്രണ്ടിൽ ചാടിയതിനു ശേഷം. എന്താ ഞാൻ തന്നെ അല്ല കണക്കൊക്കെ എന്തോ ഉണ്ട്. ഇതിനെ കുറിച്ച് ഇല്ലാത്തതൊക്കെ എഴുതിയിട്ട് ഞങ്ങളുടെ ലീഡറാണ് പോലും. ലീഡർ ആരുടെ ഞങ്ങളുടെ ലീഡർ? ഇത് കുറേ ഉണ്ട്. ഞാൻ ഒരു ആവേശത്തിൽ എന്തെങ്കിലും വിളിച്ച് പറഞ്ഞാൽ പ്രശ്നമാവും. അടുത്ത സ്പൈറൽ. ഡോണ്ട് റൈറ്റ്. ഞാനെഴുതും എനിക്ക് രക്ഷപ്പെടണം. മാപ്പാണോ? അല്ല. ഞാൻ അലൻ വേക്ക് തന്നെ. നിങ്ങളവിടുന്ന് മാറ്റേണ്ടി വരുമായിരിക്കും അല്ലേ? എന്താ പോയാ? പോയി.
അതിന്റെ മുകളില് There was something hidden here. Light would reveal it. A phrase repeated over and over. The words resonated with meaning. Had I written this? Words എന്നോട് എഴുതി വെച്ചിട്ടുണ്ട്. വേർഡ്സ് ഓഫ് പവർ. ഓ, ഇത് വെച്ചിട്ട് നമ്മുടെ ഹെൽത്ത് പരിപാടികളൊക്കെ ഇൻക്രീസ് ചെയ്യാം. ഓ, ഇത് കണ്ടെത്തണം കേട്ടോ, കണ്ടെത്തിയാലേ പറ്റുള്ളൂ. ഇങ്ങനത്തെ സാധനങ്ങൾ ഇപ്പോൾ വേൾഡിൽ എവിടെയൊക്കെയോ ഉണ്ട്. കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മുടെ ഹെൽത്ത് കൂട്ടാം. അത് കൊള്ളാം കേട്ടോ, പരിപാടിക്ക് ഇഷ്ടമായി. മാപ്പ് പുറത്തോട്ട് ഇറങ്ങാൻ ഇവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞിട്ട് മുകളിലോട്ട് പോയാൽ മതി എന്നാണ് പറയണത് അബാൻഡൻ സ്റ്റേഷൻ്റെ. ആ, ഇവിടെ വഴി തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇത് മുകളിലോട്ട് തന്നെയാണോ? അതേല. Okay. The path was blocked. I had to find a way through. The lights would help me. Quick save. ഇപ്പം എന്താ ഡിഫറൻസ് ഉണ്ടായത്? സെയിം വഴി തന്നെയല്ലേ? ഒരു വ്യത്യാസം ഉണ്ടായില്ലല്ലോ അവിടെ. ആ, വെയിറ്റ്. ഓ, ഞാൻ ഇതിനുള്ളിലേക്ക് കടന്നു നിന്നിട്ട് ഞാൻ അപ്പുറത്തെത്തി. വ്യത്യാസം ഉണ്ടായി. ഇനീഷ്യേഷൻ. ഞാനൊരു മെയ്സിൻ്റെ ഉള്ളിൽ. ഇപ്പം എനിക്ക് ഇപ്പുറത്ത്. ഓ, വണ്ടർഫുൾ. ഓക്കെ, കലക്കി. ഓ, ചോവർ 2 ഇനി എൻ്റെ കഴിഞ്ഞില്ല. അതെ, അലൻ വേക്ക് ഞാനാണ്. ഇവിടെ ലൈറ്റിൽ ഇപ്പം എന്താ മാറ്റം വന്നേ? ഞാൻ പോണ്. ഒന്നുമില്ല ഏട്ടാ, നിങ്ങളവിടെ നിന്നോ. The echoing hall had a story to tell. Plot board. I had a new location for the story. Murder cult. The hole had changed into the murder cult's hideout. ഇവരെ കുറിച്ച് അറിയാനുള്ള സബ്വേയിൽ വന്നത് അവരുടെ ഹൈഡ് ഔട്ട് ആയിട്ട് ഇത് ചേഞ്ച് ആക്കി. The cultists were close now, a dark presence rising from the depths. റൈറ്റർ ദ ഫസ്റ്റ് വേർഡ്. ഇവന്റെ മാനുസ്ക്രിപ്റ്റില് ഒരുപാട് കണ്ട കക്കുറു വരച്ചിട്ടുണ്ട്.
ഈ മർഡേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കിട്ടണ കംപ്ലീറ്റ് പേപ്പറിലും ഇങ്ങനെ ഉണ്ട്. പക്ഷേ ഇതൊക്കെ അലൻ വേക്ക് എഴുതിയതാണ്. പക്ഷേ അലൻ വേക്ക് എന്നുള്ളടത്ത് സ്ക്രാച്ച് ചെയ്തിട്ടുണ്ട്. അതാണ് മിസ്റ്റർ സ്ക്രാച്ച് എന്ന് ഇവർ പറയാനുള്ളൊരു കാരണമായിട്ട് എനിക്ക് തോന്നിയത്. ഒന്നെങ്കിൽ ഇങ്ങനെ, അല്ലെങ്കിൽ ഇതിന് മർഡർ കൾട്ട് അല്ലാണ്ട് ടോർച്ച് ബെയറേഴ്സാക്കി മാറ്റിയ ഹൗ ദ സീൻ ചേഞ്ചസ്. ഓ, മറ്റേ കത്തിച്ച ആൾക്കാർ, ട്രെയിൻ കത്തിച്ച ആൾക്കാർ. അപ്പം അവരുടെ അവരുടെ താവളമായിട്ട് മാറി. അഗെയിൻ മിസ്സിംഗ് FBI ഏജന്റിന് ഇവിടെ കൊണ്ടുവന്ന് വെച്ചാൽ ഗെയിം ഒരേ ഇതിൽ. അയാളുടെ ബ്ലഡ് ട്രയൽ. അയാൾ ഈ കൾട്ടിസ്റ്റ് മർഡേഴ്സിനെ അന്വേഷിച്ച് പോയതാണല്ലോ കൾട്ടിനെ. അപ്പോൾ അയാളെ ഇങ്ങോട്ട് കൊണ്ടുപോയിന്ന് കിട്ടും. ആൻഡ് ഇറ്റ് ഓൾ കംസ് ടു ദിസ് പ്ലേസ്. ഒരേ ഇതിൽ തന്നെ ഗെയിം 3 സീൻ ഒരൊറ്റ ഇതിൽ. സമ്മതിക്കണം കേട്ടോ, ഇതിൻ്റെ ഒരു സ്റ്റൈൽ അടിപൊളിയുണ്ട്. അത് അലൻ വേക്കാണ്. നിങ്ങളാരാ? ഇല്ല ഞാൻ പോണു. ഓക്കെ, പ്ലോട്ട് ബോർഡിൽ ഞാൻ ഇവിടെ എന്ത് വേണമെന്ന് പറഞ്ഞേ? ഫൈൻഡ് ഇൻസ്പിറേഷൻ എടുത്ത് സബ്വേ സ്റ്റേഷൻ. ഇവിടെ നിന്ന് പുറത്ത് കിടക്കാൻ ആരെ വെക്കും? മർഡർ കൾട്ടനെ വെച്ചാലോ? എക്കോ എനിക്ക് ഈ എക്കോയിൽ കൂടെ കാണണം. യെസ്. The Fed had witnessed something here that made him run scared. Whether the summoning ritual had been a bona fide supernatural event or the mass psychosis of stark raving lunatics, it didn't change the facts. The cult was messing with things no one messed with. The ritual was a vital part of the story, the key to reaching the murder site. ആ മിസ്സിംഗ് FBI ഏജന്റ് കേസ് തന്നെയാണ് കേട്ടാ. I had a new idea, a new story thread. This was dope. But the story had to be dark. Your friends will meet him when Yes, me? ഇവിടെ റിച്വലൊക്കെ ഇവിടെ വെച്ച് നടന്നു. ഓക്കെ, ആചാരങ്ങളൊക്കെ കൊള്ളാം. ഞാൻ ഇങ്ങോട്ട് പോണം. എനിക്കാണെങ്കിൽ ഇപ്പോൾ തോക്കും ഉണ്ടയും എല്ലാം കൂടെ തന്നപ്പോളേ എന്തോ പോലെ. ഇപ്പോൾ ഫുൾ ലൈറ്റ് എത്തി ഇവിടെ. ഗൈസ്, ഞാൻ അങ്ങോട്ട് പാസ് ചെയ്ത് പോകണോണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്നു. ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞാ പോരെ? വാ. അതെയാ? അടങ്ങി ഒതുങ്ങി അവിടെയൊക്കെ നിന്നോ? എനിക്ക് പോവാനുള്ള വഴി ഇപ്പൊ കാണിച്ചിട്ടുണ്ട്. ചിലരെ വെടി വെക്കണ്ട കേട്ടോ. അവരെ ഡാർക്കങ്ങ് ലൈറ്റ് അടിച്ചു കൊടുത്താൽ നമുക്ക് പൊക്കോളൂ. ഇവര് കണ്ട മാഞ്ഞു പോവും. പക്ഷെ എൻ്റെ എക്സിറ്റ് അവിടെ അല്ല. എൻ്റെ ആ വഴി ലോക്ക്. ാണ് പറഞ്ഞോളൂ. ഓ,
Oh! Words of power! Words of action! Oh! ബാറ്ററി എല്ലാം കഴിഞ്ഞിട്ടാ എല്ലാം കഴിഞ്ഞു. വേർഡ്സ് ഓഫ് ആക്ഷൻ. ഓക്കെ, അലനെ കാണുന്നത് കുറച്ചോ അളവ്. ഗോൾസ് എന്തായിരുന്നു? കംപ്ലീറ്റ് റിച്വൽ ഇൻ ദ കൊളാപ്സ് ടണൽ. ഓ, അവിടെ റിച്വൽ കംപ്ലീറ്റ് ചെയ്യണം നമ്മള്. ഷേ, അതിപ്പോൾ എങ്ങനെ ചെയ്യും? നോക്കാം. ഞാൻ ഇവിടുത്തെ സാധനങ്ങളൊക്കെ ഒന്ന് എടുത്തോട്ടെ ഏട്ടാ. ആരെ വെച്ച് റിച്വലൊക്കെ ചെയ്യും നമ്മള്? ഓക്കെ, കറക്റ്റ് വഴിയാണോന്ന് അറിഞ്ഞൂടാ. ഞാൻ പോണുണ്ട്. ഓ, സേഫ് ഹേവൻ. ക്വിക്ക് സേവ്. താങ്ക് യു. നമ്മുടെ മിഷൻ പ്രകാരം കംപ്ലീറ്റ് ദ റിച്വൽ ഇൻ ദ കൊളാപ്സ്ഡ് ടണൽ. ഒരു വഴി തന്നിട്ടുണ്ടെങ്കിൽ പോകാനുള്ളതായിരിക്കും. ലാസ്റ്റ് വെയിറ്റ്, ഈ സ്ഥലം ഇതിപ്പോ നമ്മൾ ഈ എപ്പിസോഡ് തുടങ്ങിയ സ്ഥലമല്ലേ ഇത്? അതെ നമ്മളിത് ആ റൂമിൽ നിന്ന് വന്ന്. വെയിറ്റ്, മാപ്പ് എടുത്തോട്ടെ. ഓ, ഒറ്റയടിക്ക് ഇതേ ഈ ഏരിയയിൽ നിന്ന് നമ്മൾ ഒറ്റയടിക്ക് ഇങ്ങോട്ടെത്തി. വാട്ട് എ ഷോർട്ട് കട്ട്. അങ്ങനെയാണെങ്കിൽ ഒന്നും കൂടെ മാപ്പ്. ലൈറ്റ് ഷിഫ്റ്റ് ഇൻആക്റ്റീവ്. കൊളാപ്സ്ഡ് ടണൽ. ആ, മാപ്പിൽ സ്ഥലങ്ങളുണ്ട്. കൊളാപ്സ്ഡ് ടണൽ ഇവിടെ, അവിടെ വന്നിട്ട് വേണം നമ്മളിത് ചെയ്യാൻ. ഓക്കെ, അതാണ് അറ്റ് കൊളാപ്സ്ഡ് ടണൽ എന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ വീണ്ടും ഈ വഴി മുന്നോട്ട് പോകണമെന്നാണ് പറയണത്. ഒരു മിനിറ്റ്, ഇവിടെ സേവ് ചെയ്യാം. ഞാനൊക്കെ ചത്ത് കഴിഞ്ഞാലേ നമുക്കത് ഉപകാരമാവും. നമ്മളിവിടെ വീണ്ടും വരുന്നു. ഞാൻ വന്ന വഴി ആയതുകൊണ്ട് നമുക്കറിയാം ഇത് തുറന്ന് കിടപ്പുണ്ടാവും. ഇതുവഴി നമ്മൾ ഇറങ്ങിപ്പോയത്. ഫൈൻഡ് ആലിസ് ആൻഡ് കൊളാപ്സ്ഡ് ടണൽ ഇവിടെയാണ്. യെസ്, ഇവിടെ. ഓക്കെ, സ്റ്റോറി പ്ലോട്ടിന്ന് ഞാൻ മാറ്റി എഴുതണ്ടേ? അതെ, മിസ്സിംഗ് FBI. കൊളാപ്സ്ഡ് ടണലിൽ മിസ്സിംഗ് FBI ഏജന്റ് മാറ്റിയിട്ട് സമ്മണിങ് റിച്വൽ അതിവിടെ വെച്ചാണ് നടത്താൻ പറഞ്ഞത്. കറക്റ്റായാൽ മതിയായിരുന്നു. ഓ, എൻ്റർ ദ അൺബ്ലോക്ക്ഡ് ടണൽ. കണ്ട, കറക്റ്റാ. ഓ മൈ ഗോഡ്. ഓ അയ്യോ, എന്റെ ലൈറ്റിലേക്ക് പോ. No! തുറക്ക്. Come on! Yo! Oh! Light. Safe haven. തൊടൂലടാ നീ. ഒരു 2-3 ക്ലിക്ക് സേവ് എന്നൊക്കെ. I couldn't hear the dark presence. പോയി. It was gone. പോയിന്ന് മാത്രമല്ല, എൻ്റെ വഴി ക്ലിയറായി. ഇവിടെ കിടന്നിരുന്ന ട്രെയിനൊക്കെ പോയി, അടിച്ച് തെറിപ്പിച്ചത്. The tunnel was Enter the open unblocked now. tunnel. I could get through. ഓടിക്കോ, ബാക്കിന്നാ. തിരിഞ്ഞു നോക്കണ്ടല്ലേ, ഓടിക്കോ. റൺ. നേരെ നോക്കി ഓടറാ, വെളിച്ചക്ക് കണ്ണാണല്ലെന്ന്. ഓ
ഞാൻ പറഞ്ഞില്ലേ പിന്നീന്നാ. I had seen it before. I remembered now. It was always out there, hunting me. ഡാർക്ക് പ്രസൻസ് അലനെ എപ്പോഴും ഇതിൻ്റെ ഉള്ളിൽ പെടുത്താൻ തന്നെയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ചില ഇൻസിഡൻസ് നടക്കുന്നത്. ഈ കൾട്ടുകാരുടെ ആചാരം എങ്ങനെ നടത്തും? ഹാർട്ട്. Somehow the victim's heart was the key. ഒരു മിനിറ്റ് ഗൈസ്. ഓക്കെ, ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു, അത് ഓഫ് ചെയ്യാൻ നോക്കിയതാ. പക്ഷെ അത് ഇവിടെ നിന്ന് പറ്റില്ല, മെയിൻ മെനുവിലേ പറ്റുള്ളൂ. ഹാർട്ട് പോയി. Something had shifted. I felt an overwhelming closeness to home. സാഗ. An FBI agent? ആ, ഇവിടെ നിന്നാണ് സാഗേനെ കാണുന്നത്. സെക്കൻഡ് എപ്പിസോഡില് സംസാരിക്കാൻ നോക്കണത്. Who are you? She can hear me. ഒമ്പോ കണക്ഷൻ കണ്ടോ? പൊളി. This is Alan Wake. I'm trapped here. The dark place. Under Cauldron Lake. Cauldron Lake. Who are you? I'm trying to escape. കണ്ട കണ്ട കണ്ട. Making progress, but I'm in danger. The dark presence. അവൻ പതുക്കെ പതുക്കെ റിയൽ വേൾഡിലോട്ട് അടുത്തടുത്ത് വരുന്നുണ്ട്. Please, help me. I could sense it. അങ്ങനെയാണ് സാഗേനവൻ ആദ്യം മീറ്റ് I ചെയ്യണത്. was closer to home. Had the woman in the vision helped me somehow? സാഗ സഹായിച്ചോണ്ടാണ് അവൻ പുറത്തെത്തിയെന്നാണ് Outside അവന്റെ ഇപ്പൊ ഡൗട്ട്. Parliament Tower, where I'd lived with Alice. It was out there, waiting for അവൻ me. താമസിച്ചിരുന്നു ഇവന്റെ വീട്. ഈ ടവറിലായിരുന്നു അവൻ താമസിച്ചിരുന്നു ആലിസിന്റെ കൂടെ. ഓ കലക്കി. അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ഇവൻ എങ്ങനെ പുറത്തെത്തി എന്നുള്ളത് തന്നെ ഇവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടാ. ഗെറ്റ് ടു ദ അപ്പാർട്ട്മെന്റ്. ഞാൻ അങ്ങോട്ടേക്കുള്ള വഴി എങ്ങനെയാവോ? ദി എക്സിറ്റ്. ഇത് മർഡർ സൈറ്റ്. ആ അതെ, ഇത് വഴി. Who was writing who? Who was writing this poem? Me? No. കുറേയൊക്കെ സ്ക്രാച്ചിന്റെ പണിയായിരിക്കും. ചിലത് ഇവൻ തന്നെ എഴുതിയത് ഇവൻ ഓർമ്മയില്ലാണ്ടായിരിക്കും. എക്കോ. Hanging in the air, stepping to the murder site, I'd felt it hanging in the air. കേസി. The meaning, the violent emotion of the act, like a cloud of wrath. The dead eyes of the victim staring at something you couldn't see, and yet making you aware of it. Something had soaked into this place on a molecular level, overlapping with your meaningless existence. Regression to something you had managed to forget. പോണ്. Taking you. അതെ, അതെന്തായാലും അവന്റെ കഥയുടെ ഭാഗ. ഈ മർഡർ കേസിയുടെ ഡിറ്റക്റ്റീവ് കേസിയുടെ സംഭവങ്ങൾ അത് പോട്ടെ. നമുക്കിപ്പോൾ നമ്മളെ ആവശ്യമുള്ള കാര്യങ്ങൾ കിട്ടി. ആ ഇതിലേതിലെങ്കിലും can I? Yes. The station had changed. I was closer now. ഇവിടൊക്കെ ലൈറ്റ് ഇട്ടിട്ടാണ് നമ്മൾ കയറി വന്നത് കഴിഞ്ഞ എപ്പിസോഡിൽ. ദേ അപ്പാർട്ട്മെന്റ്. Parliament Tower, our home in New York. Was I really this close to being home? Going up to our apartment? Would I be home? ഈ സിറ്റിക്ക് നമ്മൾ വരുമ്പോഴുള്ള പോലെയല്ല, ചേഞ്ചസ് ഒരുപാട് സംഭവിച്ചു. ഫോൺ അടിക്കണ്. Writer. Maybe he was a victim.
The cult, using his words. Ah. Or maybe he was the monster behind it all. Either way, Alice Wake, his ex, she knew things. It was there in her art for all to see. A cry for help. The darkness she'd witnessed. And that put her in danger. Was Alice here? In the story? ഒരു മിനിറ്റ്, ഞാൻ ആ ഫോൺ എടുക്കട്ടെ. The payphone at the edge of the plaza was ringing again. വീണ്ടും വിളിക്കുമ്പോൾ എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എട്. Hey, Alan. Thank God he picked up. I thought I lost you again. Who are you? Why are you helping me? Did you go deeper? To the overlap? Are you talking about the murder site? Yeah, I did. That's fantastic, Alan. We're closer to getting out. We're making progress. Well, we would be if you would answer my damn questions. Last time we spoke, you were pretty worried about Alice. Did you ever check Parliament Tower? ഇല്ല, അങ്ങോട്ട് പോവാണ് ഞാൻ. Sure she really got out of the dark place? Well, of course she got out. That's why I'm here. അവള് That's the പോയി. whole goddamn point. Be very careful, Alan. The dark presence is stealing from you. It can already manifest as your double. Scratch will come. സ്ക്രാച്ച് വിൽ ബാക്കി പറ. Wait, hello? ആലിസ് ഡാർക്ക് പ്ലേസിൽ നിന്ന് പോയിന്ന് നീ ഉറപ്പ് വരുത്തിയോ, രക്ഷപ്പെട്ടു ഉറപ്പ് വരുത്തിയോ എന്നൊക്കെ. ഇതിനകത്ത് കയറി വെക്കണം. അതിൻ്റെ അകത്ത് നമ്മൾ കണ്ട എക്കോ അലക്സ് കേസി, അതായത് ഒരു പക്ഷേ ഈ റൈറ്റർ അലൻ വെറും വിക്റ്റിം ആയിരിക്കാം, അതല്ലെങ്കിൽ ഈ കൾട്ട് ഗ്രൂപ്പിൻ്റെ ശരിക്കും ലീഡർ ആയിരിക്കാം. ഒരു പക്ഷേ അവൻ്റെ ആലിസിന് എന്നാണ് പറഞ്ഞത്, ആലിസിന് ഇതിനെക്കുറിച്ച് വല്ല വിവരം ഉണ്ടാവും. നമുക്ക് ആലിസിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി അവൻ കഥയിലൂടെ വരുന്നു, അങ്ങനെ വല്ലതും ആണോ? വി ഡോണ്ട് നോ, ബട്ട് ലെറ്റ്സ് സീ. ആലിസിനെ കാണാൻ പോവാം, അല്ലെങ്കിൽ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിലേക്കാണ് ഇപ്പോൾ പോണത്. ആലിസ് ഉണ്ടാവുക ഇവിടെ. പിന്നെ ഡാർക്ക് പ്രസൻസിന് നിന്നിൽ നിന്ന് നിൻ്റെ അടുത്ത് നിന്നും സ്റ്റീൽ ചെയ്യാൻ കഴിയും നിൻ്റെ കാര്യങ്ങൾ, സംഭവങ്ങൾ എല്ലാം. സ്ക്രാച്ച് വിൽ എന്നും പറഞ്ഞിട്ട് പറഞ്ഞു വെച്ച് അവിടെ. പിന്നെ ആ ഫോണിൽ നമ്മൾ സംസാരിക്കുന്ന ആൾ ആരാന്ന് പോലും അറിയില്ല. അവൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓ, ഹോണ്ടിങ് ഇനീഷ്യേഷൻ 3. സോ ഇനീഷ്യേഷൻ എന്ന് പറഞ്ഞ ബുക്കിന്റെ 3ാമത്തെ ചാപ്റ്റർ. Set to go off when the door opens. ആലിസ്, Alice! Alice! ഇവിടെ ആരുമില്ല. Alice. Big photos for exhibition posters. This is a photo of Scratch. സ്ക്രാച്ചിന്റെ ഫോട്ടോ. How did Alice get this? Is he stalking her? സ്ക്രാച്ചാണ് കേട്ടോ ഈ അലൻ വേക്കിന്റെ ഇതേ മുഖം, പക്ഷെ മുടിയൊക്കെ നീട്ടി വളർത്തിയിട്ടുള്ള ആളാണ് മിസ്റ്റർ സ്ക്രാച്ച്. ഓക്കെ, നമുക്ക് തിരിച്ചറിയാൻ. അവന്റെ ഫോട്ടോ എങ്ങനെ ആലിസിന് കിട്ടി? ആലിസിനെ അവൻ സ്റ്റോക്ക് ചെയ്യുന്നുണ്ടോന്ന്. ലുക്ക് ഫോർ ആലിസ്. ഇനി എവിടെ തപ്പോളെ? ഇനി എനിക്ക് തപ്പാനുള്ള സ്ഥലം ബാക്കി ഉണ്ട്. ഇത്രയൊക്കെ ഉണ്ടായിരുന്നു അപ്പാർട്ട്മെന്റിലേക്ക്. അവന്റെ റൂമാണ്, പക്ഷെ ഇപ്പൊ തുറക്കാൻ പറ്റുന്നില്ല. ആ സിമ്പിൾ അവിടെ ഉണ്ടായിരുന്നില്ല, ഞാൻ നോട്ടീസ് ചെയ്തു. അപ്പാർട്ട്മെന്റ് നമ്മൾ അകത്തോട്ട് കയറിയപ്പോൾ ഭയങ്കരമായിട്ട് വലുതായി. Alice's video camera. No memory card inside. എൻ്റെ മെമ്മറി കാർഡ് ഇവിടെ എവിടെയുണ്ട്, എടുക്കണം. ആലിസ് എന്തെങ്കിലും ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും. വീഡിയോ ആർട്ടിഡോക്ക് ഓൺ സ്ക്രീൻസ് മൾട്ടി ഫോക്കൽ പോയിന്റ് ഓഫ് ദ ഡാർക്ക് പ്ലേസ്. അവളെ നമ്മളവിടുന്ന് രക്ഷിച്ച് വിട്ടതാ. പിന്നെ ഇവള് ഡാർക്ക് പ്ലേസിൻ്റെ മുകളിൽ റിസർച്ച് ചെയ്യുക. അവളെ രക്ഷിക്കാൻ പോയതിലാണ് ഈ കംപ്ലീറ്റ് കാര്യങ്ങൾ ഇവിടെ നടന്നിട്ടുള്ളത് ഗെയിമിൽ. അലൻ പെട്ടതും ബാക്കി കാര്യങ്ങളൊക്കെ. പാർട്ട് 1 മെമ്മറി കാർഡ് കിട്ടി. Part 1. What was Alice working on? എന്തായിരുന്നു അവള്? അതാണ് ഞാൻ ചോദിച്ചത്. ഇവള് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നാ? ഓക്കെ, ഇതിട്ട് നോക്കിയാൽ അറിയാലോ മെമ്മറി കാർഡ്. ആലിസ്, when I was younger, photography was everything to me. I moved to New York thinking I'd make it as an artist.
And then I met Alan. We had a good thing. We were both dedicated by our creative ambitions. The only difference was that Alan's work made money. He brought me work when he could. I took his promo shots, created covers for his books. I'm sure he forced his publisher into it. I was taking photos, just not my photos. And that gnawed at me. Things got complicated sometimes, but that's life, right? We loved each other. Then Alan hit a block. I brought out a meaner side of him. One I didn't like. സ്ക്രാച്ച് ആണ്, ഞാനല്ല. I set up a trip to see a doctor in Washington. I didn't tell him until we got there. ഫസ്റ്റ് ഗെയിമിൽ നടന്ന സംഭവം പറയാ. We argued. ഇവളൊരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അലനെ അങ്ങോട്ട് കൊണ്ടുപോകുന്നത്, ടൂർന്ന വ്യാജാന. പക്ഷെ അലനോട് അവിടെ ചെന്നിട്ടേ പറയുള്ളൂ. And he was just gone. Drowned, allegedly. Easy for people to think it was my fault. Hell, I do too sometimes. About 6 years ago, I started hearing noises in the night. Okay. Typewriter keys clacking. Voices. Alan was back. അത് സ്ക്രാച്ചാ. Haunting me. Yeah, that's not me. Then it got violent. It was Alan. And yet, it was a monster. മോൺസ്റ്റർ ഇവള് പറഞ്ഞോണ്ടിരിക്കുന്ന സ്ക്രാച്ചിനെ കുറിച്ചിട്ടാ. 6 വർഷങ്ങൾക്ക് മുമ്പ് അലൻ തിരിച്ചു വന്നു. പക്ഷെ ഇത് 13 വർഷത്തിന് ശേഷമാണ് ഈ അലൻ, ഒറിജിനൽ അലൻ തിരിച്ചു വരുന്നത്. Anger in him. ഇവള് തെറ്റിദ്ധരിച്ചിരിക്കുക അത് ഒറിജിനലാന്ന് വിചാരിച്ചിട്ട്. നോ നോ, അതാണ് എക്സ് എന്നൊക്കെ പറഞ്ഞല്ലേ. The apartment. With motion sensors and flashes. ഓ, Now, when the monster comes, I turn it into art. വെറുതല്ല ലിഫ്റ്റ് തുറന്നപ്പോ ക്യാമറ ഒക്കെ ഫ്ലാഷ് അടിച്ചത്. Nightmares caught on film. And this is the focus of my new exhibition. To show people the world is so much darker than they ever knew. മറ്റേ അലൻ അപ്പാർട്ട്മെന്റിൽ കയറി അറിയാം, ഫുൾ മോഷൻ സെൻസറും ക്യാമറ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കും ഇവിടെ. Calling this exhibit the dark place. അവൾ എന്തോ എക്സിബിറ്റിൽ അത് കാണിക്കാൻ പോവാ, എക്സിബിഷനിൽ. Alice. Scratch was terrorizing her. സ്ക്രാച്ച് അവളെ പേടിപ്പിച്ചോണ്ടിരിക്കുന്നു കണ്ടാ. ഇവര് ഭയങ്കര ഇഷ്ടത്തിലൊക്കെ ആയിരുന്നു എന്നൊക്കെ കൊണ്ട് ഇപ്പൊ അവള് അലനായിട്ട് സെപ്പറേറ്റഡ് ആണ്. മീൻസ് സ്ക്രാച്ച് കാരണം. അതുപോലെ ഫസ്റ്റ് ടൈമിനെ പറഞ്ഞില്ലേ ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കാനൊക്കെ ബ്രൈറ്റ് ഫോൾസിലേക്ക് പോകണം തന്നെ. അത് അവിടെ എത്തിയിട്ടും പറയുള്ളൂ. ഇവന് റൈറ്റേഴ്സ് ബ്ലോക്ക് വന്നപ്പോൾ ഒരു മൂഡ് റിലാക്സ് ചെയ്യാൻ ടൂർന്ന് വ്യാജനെ പോയതാ. അവിടെ വെച്ചിട്ട് അവനെ കാണാണ്ടായി. പിന്നെ വന്നില്ല, വന്നത് ഇവനാണ്. പിന്നെ ആകെ പ്രശ്നമായി. സ്ക്രാച്ചിനെ കണ്ടോ ഗൈസ്? I sat in the writer's room and wrote a story. Initiation. To project myself through the dark place, to look for a way out. The story brought me nowhere. Look me back. I was writing this story. And in the story, I now stepped into the writer's room. But there was no one here writing it. മരിച്ചു കിടക്കണ്. സ്ക്രാച്ച് കൊന്ന. റിട്ടേൺ ബൈ
റിട്ടേൺ എഴുതുന്നത് സ്ക്രാച്ച് തന്നെ ആയിരിക്കണം. ഈ പേജാണ് സാഗടയിൽ കിട്ടുന്നത്. Damn. Somehow other സൈഡിലേക്ക് എത്തണതാണോ ഇങ്ങനെ? അവന്റെ മെമ്മറീസ് തിരിച്ചു വന്ന് ദേവ അവിടെ ഇരുന്ന് ഇവരോട് പറയണേ ഏ ബോയ്. അങ്ങനെയാണ് അവ ഇവിടെ വരണത്. Okay, let's recap what you've told us so far, Alan. For the past 13 years, you've been trapped in a nightmare dimension called The Dark Place. It's like New York, but it's not New York. It can be reached from the bottom of Cauldron Lake, but it's not really under the lake. Yes. And after all this time, you've managed to get out. Yeah. But so has your evil doppelganger. അതെ, It's a സ്ക്രാച്ച്. Or is it the dark presence? Both. It's interchangeable. He's Scratch when he looks like me, but he can change into this other form. And അടിപൊളി. Scratch, the dark presence, wants to rewrite the world in his own image. Yes. Which would be in your image, Yes. as he looks just like you. And turn the world Yes. into a fucking nightmare. During Deerfest, which is scheduled to take place in a couple of days. You got out of the dark place by writing a novel, the pages we've been finding. But your double edited it into a horror story that's now changing reality, taking over people, Yeah. making them Yes, crazy, അതന്നെ ഞാൻ bringing പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. the dark Correct. place to Bright Falls. Yes, fiction coming in contact with the dark place can change reality. The story is coming true, soaking into everything like darkness when night falls. But last time This will be back in 2010. Yes, last time it didn't happen all at once. The story came true bit by bit as it unfolded. And that dark presence was still bound to the lake. I stopped it before it got the ending it wanted. Before it broke free. Based on that, there's still time. Which brings us to your magical light switch. The clicker. The clicker. Yes, yes. Magical doesn't quite cover it. Scratch wants it to bring about his ending. That can't happen. If I can get the clicker, I can send him back to the dark place, make all this shit go away. Look, I know it's batshit crazy. My memory is full of holes, and I'm not sure how much I can trust. It's like a half-forgotten dream. Mr. Wake, Alan, we've seen our share of batshit crazy in the past 24 hours. What I want to know is, why am I? Why are we written into the story? I think I saw you. Or a vision of you in the dark place. I think you helped me reach out and escape somehow. ആ പോർഷൻ ഇപ്പോഴും കാണിച്ചില്ല എങ്ങനെ ഇവിടെ പുറത്തെത്തി എന്നുള്ളത്. ഇവള് കാരണമാണ് രക്ഷപ്പെട്ടത്. Scratch would have edited it to get to you. To hurt you. We are all in danger. വിഷയല്ലേ? ഇതൊന്നും കാണാണ്ട് കുറെ പേര് സ്പൈഡർമാൻ അതുപോലെ ഗോഡ് ഓഫ് വാറൊക്കെ മാത്രം കണ്ടിരുന്നിട്ട് എന്താ കാര്യം? നല്ല നല്ല സ്റ്റോറീസ്, കിളി പറഞ്ഞ സ്റ്റോറീസ് ഇതൊക്കെ കാണണം. എനിക്ക് അതിലാണ് സങ്കടം. കുറെ പേര് കാണില്ല ഇതൊന്ന്. ഇത്ര എക്സൈറ്റഡ് ആയിട്ട് ഈ സാധനം കൊണ്ടുപോയിട്ടേ. സെപ്പോടെ സംസാരിച്ച കാര്യം ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്. ഇവൻ എങ്ങനെ പുറത്തോട്ട് വന്നെന്നുള്ള ഫൈനൽ പോർഷൻ മാത്രം ഓർമ്മയില്ല.
മനസ്സിലായ? ഈ വർഷം വരാനിരിക്കുന്ന ഡിയർ ഫെസ്റ്റിൽ, ബ്രൈറ്റ് ഫോൾസിൽ വെച്ച് നടക്കുന്ന ഡിയർ ഫെസ്റ്റ്, അത് ആ വർഷത്തിൽ അവിടെ നടക്കുന്ന ഒരു സെലിബ്രേഷൻ ആണ് അവരുടെ. ആ ഡിയർ ഫെസ്റ്റിൽ സ്ക്രാച്ച് പുറത്ത് ഓൾറെഡി ഉണ്ട്. സ്ക്രാച്ച് കഥ എഴുതിയിട്ട് അവന് വേണ്ട, സ്ക്രാച്ചിനെ വേണമെങ്കിൽ ഒരു ഡാർക്ക് പ്രസൻസ് എന്ന് വേണമെങ്കിൽ വിളിക്കാം, ഒരു ഡാർക്ക് ഈവിൽ. അവൻ ആ ഈവിലിന് വേണ്ട രീതിയിൽ കഥ മാറ്റി എഴുതാം. എങ്ങനെ? അവൻ ഈ വേൾഡ് തന്നെ മാറ്റി എഴുതണം. മനസ്സിലായ? ബ്രൈറ്റ് ഫോൾസിൽ വെച്ച് ആ ഡാർക്ക് പ്രസൻസിൻ്റെ അവിടെ വെച്ചിട്ട് ഇത് എഴുതിയാലേ ഇത് സത്യമുള്ളൂ. അല്ലാണ്ട് വേറെ ഏതെങ്കിലും യൂറോപ്പിൽ പോയിരുന്ന് എഴുതിയാലൊന്നും ഇത് സത്യമാവില്ല. അത് ആ സ്ഥലത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ അവിടെ വെച്ച് തന്നെ അവൻ ഈ സംഭവം ചെയ്യണം. ഓക്കെ, സോ അതാണ് സംഭവം. അലൻ ഇവളുടെ വിഷൻ കണ്ടിരുന്നു സാഗേനെ, എങ്ങനെയൊക്കെ സംഭവം രക്ഷപ്പെട്ടു വന്നു. അപ്പോൾ ഇവൾ ചോദിക്കുന്ന ഒരു ഡൗട്ട്, ഇവർ അലനെ വിശ്വസിക്കുന്നുണ്ട്. കാരണം ഇവർക്ക് ഒരുപാട് എക്സ്പീരിയൻസസ് ഉണ്ടായല്ലോ. ഇവർക്ക് വിശ്വസിക്കാണ്ട് പറ്റില്ല, കാരണം ഇത് അനുഭവിച്ചറിഞ്ഞ കാര്യങ്ങളാണ്. അലനോട് ചോദിച്ച്, അങ്ങനെയാണെങ്കിൽ മിസ്റ്റർ അലൻ പറയൂ, ഞങ്ങളൊക്കെ എന്താണ് നിങ്ങളുടെ സ്റ്റോറിയിൽ, എന്തിന് ഞങ്ങളെ ഈ സ്റ്റോറിയിലേക്ക് എഴുതി എന്നുള്ളത്. ആ സ്റ്റോറിയുടെ ഭാഗമായിട്ടാണ്. അപ്പോൾ അവൻ പറഞ്ഞ ഓൾറെഡി ആ സ്റ്റോറിയുടെ ഭാഗമായിട്ടാണ് നിങ്ങളിതിലെങ്കിൽ സ്ക്രാച്ച് അത് ഓൾറെഡി നോട്ട് ചെയ്യേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ സ്ക്രാച്ച് ഒരിക്കലും നിന്നെ അനുവദിക്കില്ല എന്നെ രക്ഷപ്പെടുത്താൻ. എഡിറ്റ് ചെയ്തിട്ട് നിന്നെ ഹേർട്ട് ചെയ്യാൻ വന്നേനെ സ്ക്രാച്ച്. പക്ഷേ സ്ക്രാച്ച് അത് എത്തിയിട്ടില്ല. മനസ്സിലായ? അത് എന്താണ്, സ്ക്രാച്ചിന് ഇവളെ മിസ്സായതാണോ എന്നറിയില്ല. കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ അലന്നെ ഒരിക്കലും പുറത്തിറങ്ങാൻ സ്ക്രാച്ച് സംഭവിക്കില്ല. സോ ഇവർ ശരിക്കും കഥയുടെ ഭാഗമാണോ അതോ ഇവർ കഥയല്ലാതെ ഓട്ടോമാറ്റിക് ഇതിൽ വന്നു ചേർന്നതാണെന്നൊക്കെ കണ്ടറിയണം. അവൻ കണ്ടിരിക്കുന്നത് അവനിപ്പോഴും പകുതി കാര്യങ്ങളും ഓർമ്മയില്ല. അങ്ങനെയാണ് ഇരിക്കുന്നത്. ആൻഡ് ഇവൻ ഈ മിസ്റ്റർ സ്ക്രാച്ച് ഉണ്ടായിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനെ തന്നെ അവൻ്റെ ബോഡി അവിടെ ഇരുത്തിയിട്ട് അവൻ്റെ ഒരു രൂപത്തിനെ പ്രൊജക്റ്റ് ചെയ്തു. കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്നത് ആസ്ട്രൽ പ്രൊജക്ഷൻ. ആ രീതിയിൽ പ്രൊജക്റ്റ് ചെയ്തിട്ട് പുറത്തേക്ക് വഴി കണ്ടുപിടിക്കാൻ നോക്കിയതാണ്. അങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത അവൻ്റെ രൂപമാണ് ശരിക്കും സ്ക്രാച്ചായിട്ട് ഈവിലായിട്ട് മാറിയിട്ടുള്ളത്. ഓക്കെ, എന്തായാലും പിന്നെ കഴിഞ്ഞ പ്രാവശ്യം 2010 എഴുതിയ കാര്യങ്ങൾ പതുക്കെയാണ് സത്യമായി മാറിക്കൊണ്ടിരുന്നിരുന്നുള്ളൂ. അപ്പോൾ ഇപ്രാവശ്യം അങ്ങനെ തന്നെ വരാൻ ചാൻസ് ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ തോമസ് ജെയിൻ അന്ന് ഉണ്ടാക്കിയ ആ ക്ലിക്കർ ലൈറ്റ് സ്വിച്ച്, അതൊരു ലൈറ്റാണ് കേട്ടോ, വലിയൊരു ലൈറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു നല്ല പവർഫുൾ ലൈറ്റാണല്ലോ ഡാർക്കിനെ തോൽപ്പിക്കാനുള്ള ആയുധം. ആ സാധനം ഇപ്പോൾ എൻ്റെ കയ്യിലില്ല. അത് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് തിരിച്ച് സ്ക്രാച്ചിനെ ഈവിൽ പ്ലേസിലോട്ട് പറഞ്ഞു വിടാൻ പറ്റും എന്നാണ് പറയണത്. ഇനിയിപ്പോൾ ഇവിടെ നടന്ന മർഡർ റിയൽ വേൾഡിലാണ് ഈ കൾട്ട് ഓഫ് ദ ട്രീയുടെ മർഡർ നടന്നിട്ടുള്ളത്. ഇത്ര നേരം നമ്മൾ കൾട്ടും മർഡറും അന്വേഷിച്ച സബ്വേയിൽ പോയത് മുഴുവൻ അലൻ്റെ മർഡർ കേസ് എന്ന് പറഞ്ഞുള്ള ഡിറ്റക്റ്റീവ് നോവലിൻ്റെ അകത്ത കഥയാണ്. ഇനിയാണ് റിയൽ വേൾഡിലെ കഥ വരാൻ പോണത്. ഓക്കെ സോ ടു ബി കണ്ടിന്യൂഡ് ഗൈസ്. എനിക്കൊന്ന് എൻ്റെ കിളിയൊക്കെ ഒന്ന് പോയ കിളികളെ തിരിച്ചുകൊണ്ട് വരണം. വിഷയം ഗെയിം എനിക്ക് ഇഷ്ടപ്പെട്ടു.